ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ എത്ര കോമണേഴ്സ് ആണ് വരുന്നത്? 4 പേരാണോ 3 പേരാണോ? അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് 2 പേരെങ്കിലും ഉണ്ടോ? എത്ര പേരുണ്ടെങ്കിലും അതിനകത്ത് ഒരു പയ്യനെങ്കിലും ഒരു ആൺകുട്ടിയെങ്കിലും വേണമെന്നുള്ള കാര്യം സീസൺ 5 മുതൽ കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങിയതാണ്. ഒരു ആൺകുട്ടിയെങ്കിലും ഉണ്ടോ ഈ കോമണേഴ്സിന്റെ ലിസ്റ്റിൽ? കണ്ടസ്റ്റന്റിന്റെ അപ്ഡേറ്റുകൾ ഏതുവരെയായി? അവർ ചെന്നൈയിൽ എത്തിയോ? എന്താണ് ഇനി പെർഫോമൻസ്? എപ്പോഴാണ് റിഹേഴ്സലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നോ? ലാലേട്ടന്റെ ഇൻട്രോ എപ്പോഴാണ്? വീട്ടിൽ കയറ്റുന്നത് എപ്പോഴാണ്? എല്ലാ സംഭവങ്ങളും പറയാം. ട്വിസ്റ്റ് എന്തെങ്കിലും ഉണ്ടാകുമോ? അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. കോമണറിന്റെ കാര്യം മക്കളെ, ഞാൻ അറിഞ്ഞത് 4 പേരെ ഫൈനലൈസ് ചെയ്തിരുന്നു കോമണേഴ്സിനെ. അതിനകത്ത് നിന്നും ഒരാളെ സെലക്ട് ചെയ്തു എന്നാണ് അറിഞ്ഞത്. അതൊരു മെയിലാണ്, ഒരു ആൺകുട്ടിയെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു 20 to 35 ഒരു വ്യക്തിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഭയങ്കര പ്രായമുള്ളതോ അല്ലെങ്കിൽ തീരെ പ്രായം കുറഞ്ഞതോ ആയിട്ടുള്ള ഒരാളല്ല, ഒരു യൂത്തിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് അറിഞ്ഞത്. ചിലപ്പോൾ മുടിയൊക്കെ ഉള്ള ആളായിരിക്കാം, ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. ഒരു 20 to 35 വരുന്ന ഒരാളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. ഇനി മുടി വെട്ടി കയറി വന്നിട്ട് അവസാനം എല്ലാവരും കൂടെ എൻ്റെ തലമണ്ടയിൽ പറയും. അപ്പോൾ അതുകൊണ്ടാണ് മുടിയും താടിയൊക്കെ വെട്ടി വന്നു കഴിഞ്ഞാൽ, മുടിയും താടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് അവരത് വെട്ടി വന്നു കഴിഞ്ഞാൽ അതിനും കുറ്റം എനിക്കാവും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നോക്കാം. 20 to 35 അകത്തുള്ള ഒരു കോമണറെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഒരാൾ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് പിന്നെ തോന്നി മൈജി ആയതുകൊണ്ടായിരിക്കും. കാരണം സീസൺ 5 ഈ കോമണറിനെ സ്പോൺസർ ചെയ്തത് എയർടെലാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഗോപിക വന്നത്. സീസൺ 6 ബിഗ് ബോസ് തന്നെ നേരിട്ട് എടുത്തതാണ്. അതുകൊണ്ടാണ് 2 പേര് പ്ലസ് വൈൽഡ് കാർഡ് ആയിട്ടുള്ള നന്ദനയും വന്നത്. അതുപോലെ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇനി പിന്നീട് കോമണേഴ്സിൽ ആരെങ്കിലും ഇന്റർവ്യൂ നടത്തിയപ്പോൾ അവർക്ക് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വൈൽഡ് കാർഡ് എൻട്രി മേ ബി ചിലപ്പോൾ കൊടുക്കുമായിരിക്കാം. എന്തായാലും ഒരു കോമണറാണ് നിലവിലുള്ളതായിട്ട് അറിഞ്ഞത്. ഞാനിത് 1% പറയുന്നില്ല. 100%, 99%, 50% ഒന്നും പറയുന്നില്ല. നമുക്ക് നോക്കിയിരുന്നറിയാം. ഞാൻ അറിഞ്ഞത് ഒരു കോമണർ എന്നാണ്. നമുക്ക് നോക്കാം, അത്രേ പറയാനുള്ളൂ. ഓക്കെ. അപ്പം 2 പേരെങ്കിലും കുറഞ്ഞത് വേണമായിരുന്നു അല്ലേ? 2 പേരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒരു സന്തോഷമായി. ഒരു പയ്യനാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമായി. പിന്നെ ഈ പറഞ്ഞതുപോലെ ഗ്രാൻഡ് ലോഞ്ചിന്റെ കേസാണ്. ഗ്രാൻഡ് ലോഞ്ചിന് 18 കണ്ടസ്റ്റൻസും കോമണർ ഉൾപ്പെടെയുള്ള 18 കണ്ടസ്റ്റൻസും ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. നാളെ രാവിലെയാണ് ഈ പറഞ്ഞതുപോലെയുള്ള സ്റ്റേജ് പെർഫോമൻസ് ഷൂട്ട്. മീൻസ് ഇപ്പം കണ്ടസ്റ്റൻസ് 18 പേരവിടെ 18 പേരാണെന്നാണ് കേട്ടോ അറിഞ്ഞത്. കൂടുതലുള്ളതായിട്ട് അറിയില്ല. 18 പേരുടെ കാര്യമേ അറിയാവൂ. അപ്പോൾ ഈ 18 പേരും നാളെ അവർക്ക് ചില പാട്ടുകാർ കാണും, അല്ലെങ്കിൽ ഡാൻസ് കാണും. അപ്പോൾ ഈ പ്രോഗ്രാംസ് ഒക്കെ നാളെ രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിനകത്ത് അവർ ഇട്ടുകൊണ്ട് കയറുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നേരെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സ്റ്റേജിൽ വരുന്നു. സ്റ്റേജിൽ വന്നിട്ട് ഈ പരിപാടി അവരുടെ ഡാൻസ് ഒക്കെ കളിച്ച് തിരിച്ച് ക്യാരവനിൽ പോയിരുന്ന ഡ്രസ്സും മാറ്റി നേരെ അവർ ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. ഇപ്പൊ എല്ലാവരും ഹോട്ടൽ റൂമിലാണ്. ഇപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും ചെന്നൈയിലെ ഹോട്ടൽ റൂമിൽ, ഓരോരുത്തർക്കും ഓരോ ഹോട്ടൽ റൂമിൽ അവിടെ ഇരുത്തിയിട്ടുണ്ട്. കൂടെ ഒരാളെ കാണുമായിരിക്കും. അപ്പം അങ്ങനെയാണ് എപ്പോഴും ബിഗ് ബോസിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നാളെ ഇതിന്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് അവർ നേരെ തിരിച്ച് അവരുടെ ഹോട്ടൽ റൂമിൽ തന്നെ പോകും. നാളെ വൈകിട്ടോടടുപ്പിച്ച് ലാലേട്ടൻ എത്തും. 1-2 സ്റ്റേജിൽ എന്നിട്ടുള്ള ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മറ്റന്നാൾ രാവിലെ അത് പ്രൊമോ ആയിട്ട് എന്തായാലും വരും. നാളെ കളിക്കാൻ പോകുന്ന ഡാൻസ് എല്ലാം മറ്റന്നാൾ രാവിലെ പ്രൊമോ ആയിട്ട് വരും. എന്നിട്ട് ഈ 2 ദിവസം നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ഗ്രാൻഡ് ലോഞ്ചിൽ കാണുന്നത്. ഇനി ഓഗസ്റ്റ് 2-ാം തീയതി, നാളെ 1 ഓഗസ്റ്റ് 2-ാം തീയതി നടക്കുന്ന സംഭവം നേരെ ലാലേട്ടൻ്റെ കുറേ പ്രൊമോസും കാര്യങ്ങളൊക്കെ എടുക്കും. ലാലേട്ടൻ്റെ മെയിൻ ഷൂട്ട് മറ്റന്നാളാണ്. അപ്പം ആ സ്റ്റേജിൽ വെച്ച് കണ്ടസ്റ്റൻസിന് ഓരോരുത്തരെയും പരിചയപ്പെട്ട് അവരെ വീട്ടിനകത്തോട്ട് കയറ്റി വിടുന്നതെല്ലാം മറ്റന്നാളാണ്. നമ്മളത് കാണുമ്പോൾ വിചാരിക്കും ഇതെല്ലാം ഒരു ദിവസം നടന്നതാണെന്ന്. അങ്ങനെ അല്ല. നാളെ ഈ ഡാൻസ്, നമ്മൾ ഓരോരുത്തരുടെ ഇൻട്രോ പറയുന്ന ഈ ഡാൻസ് ഉണ്ടല്ലോ, അവർ വരുന്നത്, അവരുടെ പിറകിൽ ഇങ്ങനെ പറക്കുന്നതും തിരിക്കുന്നതും ഒക്കെ, അതെല്ലാം നാളെയാണ് ഷൂട്ട് ചെയ്യുന്നത്. നാളെ രാവിലെ മുതൽ ഈവനിങ് വരെയാണ് ആ സംഭവത്തിന്റെ ഷൂട്ട്. മറ്റന്നാളാണ് ലാലേട്ടനുമായിട്ട് അവർ സംസാരിക്കുന്നത്. 2 ദിവസം നടക്കുന്ന കാര്യമാണ്. നമ്മൾ എപ്പിസോഡിൽ കാണുമ്പോൾ ഒറ്റയായിട്ട് കാണുന്നതേ ഉള്ളൂ. ഇതാണ് സംഭവം ഞാൻ അറിഞ്ഞത്. ട്വിസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ തന്നെ നമുക്കറിയാം 10-17ഓളം പേരുകൾ ഞാൻ അവസാനമായിട്ടൊരു കൺഫേംഡ് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൺഫേംഡ് ലിസ്റ്റ് തന്നെയാണ് ഏതാണ്ട് ഫൈനലൈസ്ഡ്. അതിൽ നിന്നും വലിയ മാറ്റമൊന്നും വരാനൊന്നും പോകുന്നില്ലെന്നാണ് അറിയുന്നത്. 7 ദിവസം മുന്നേ പറഞ്ഞതാണ്. ഇന്ന് രാവിലെ ഇട്ടതല്ല, അത് ഞാൻ പറഞ്ഞിരുന്നു. അത് എൻ്റെതല്ല, അത് ടൈംസ് ഓഫ് ഇന്ത്യ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും അത് ഡിസ്കസ് ചെയ്യാറുള്ളത് കൊണ്ട് അതെടുത്ത് ഡിസ്കസ് ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ കോമണറിന്റെ കേസാണ് എനിക്ക് വീണ്ടും ആലോചിക്കുമ്പോൾ ഒരാൾ കൂടി വേണമായിരുന്നു എന്നൊരു തോന്നൽ. എന്തായാലും കോമണർ ഒരാളാണെന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് നോക്കാം, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവട്ടെ.
ഒരാളെ ഉള്ളൂ, മെയിലാണ്, യൂത്ത് ആണ് ആള്. പിന്നെ യൂത്താണ് ആള്, മെയിലാണ് എന്നാണ് അറിഞ്ഞത്. ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ല. മൈജി സ്പോൺസർ ചെയ്യുന്നതാണ്. ഇത്രേ അറിഞ്ഞുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ടേൺ ഓൺ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസ് ഒക്കെ പെട്ടപ്പെട്ടാ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.